നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ വീഡിയോ തുലാം രാശിക്കാർക്ക് വളരെ സവിശേഷമാണ്. 2026 ഏറ്റവും വലിയ രാശിമാറ്റങ്ങൾ നടക്കുന്നത് വരുന്ന 3 മാസങ്ങളിൽ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ ദേവഗുരുവായ വ്യാഴം പൂർണ്ണബലത്തോടുകൂടി തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ചൊവ്വ തന്റെ സ്വന്തം രാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സൂര്യനും ചൊവ്വയും ഇത്തരത്തിൽ അനുകൂലമായി വരുന്നത്. ഈ 3 മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തുലാം രാശിക്കാരുടെ ഗ്രഹനില ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും അത് നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും നമുക്ക് നോക്കാം. തുലാം രാശിയെ നയിക്കുന്ന ഗ്രഹം ശുക്രനാണ്. നിലവിൽ ശുക്രൻ നിങ്ങളുടെ ഗ്രഹനിലയിൽ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ശുക്രൻ ഏപ്രിൽ 19 8ാം സ്ഥാനത്തേക്കും പിന്നീട് മെയ് 14 ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്കും മാറും. ശുക്രന്റെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ പൊതുവായ ഉന്മേഷത്തെയും ഭാഗ്യത്തെയും സ്വാധീനിക്കും. ബുദ്ധിയുടെ ഗ്രഹമായ ബുധനും രാഹുവും 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. സൂര്യൻ, ശനി, ചൊവ്വ എന്നീ 3 ശക്തരായ ഗ്രഹങ്ങൾ 6ാം സ്ഥാനത്ത് ഒന്നിച്ചു നിൽക്കുന്നു. ദേവഗുരുവായ വ്യാഴം 9ാം സ്ഥാനത്തും കേതു 11ാം സ്ഥാനത്തുമാണ്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് കാണുന്നില്ല എങ്കിലും മെയ് 11 വരെ നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കണം. അതിനുള്ള പ്രധാന കാരണം ശനിയും ചൊവ്വയും 6ാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഈ സമയത്ത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ശരിയായി ദഹിക്കാത്ത അവസ്ഥയോ ഗ്യാസ് ട്രബിളോ അനുഭവപ്പെടാം. ശരീരത്തിന് അസുഖങ്ങളെ ചെറുക്കാനുള്ള ശക്തി ഈ സമയത്ത് അല്പം കുറവായിരിക്കും. അതിനാൽ പെട്ടെന്ന് ക്ഷീണമോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലും പാർട്ടികളിലും പങ്കെടുക്കുമ്പോഴോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ആഹാരം അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം. ഈ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മെയ് 11 അവസാനിക്കും. മെയ് 11 ചൊവ്വ 6ാം സ്ഥാനത്ത് നിന്നും മാറുന്നതോടെ നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടും. ശരീരത്തിന് പഴയതുപോലെ ഉന്മേഷവും രോഗങ്ങളെ ചെറുക്കാനുള്ള കരുത്തും തിരിച്ചു കിട്ടും. തുലാരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അല്പം സങ്കീർണമാണ്. അതായത് ചില കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുമ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാം. എല്ലാം ഒരുപോലെ നന്നായിക്കൊള്ളണമെന്നില്ല, എങ്കിലും മോശമല്ലാത്ത ഒരു സമയമാണിത്. പഠനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് വീട് വിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം. അത് പുതിയൊരു കോളേജിലേക്കോ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു കോച്ചിങ് സെന്ററിലേക്കോ ഉള്ള മാറ്റമാകാം. ഈ യാത്രകൾ നിങ്ങളുടെ പഠനത്തിന് ഗുണകരമാകും. നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷാഫലമാണ്. പരീക്ഷാഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ഉയർന്ന മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ അല്പം കുറഞ്ഞ മാർക്കേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഫലം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പഠനത്തെക്കുറിച്ചോ ഭാവി നന്നാകുമോ എന്നതിനെക്കുറിച്ചോ ഇടയ്ക്കിടെ ചെറിയ പേടിയോ ഉത്കണ്ഠയോ നിങ്ങൾക്ക് തോന്നാം. പരീക്ഷാഫലം വരുന്നതിന് മുൻപ് അല്പം ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതാലോചിച്ച് നിങ്ങളധികം വിഷമിക്കേണ്ടതില്ല. മെയ് മാസം 15 ശേഷം സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറും. അതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും മനസ്സിലെ പേടിയും മാറി കാര്യങ്ങൾ വളരെ എളുപ്പമാകും. കൂടുതൽ ആത്മവിശ്വാസത്തോടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ ദൂരയാത്രകൾക്കും വിദേശ പഠനത്തിനും നല്ല സമയമാണ്. പരീക്ഷയിൽ ജയിക്കുമെങ്കിലും പ്രതീക്ഷിച്ച അത്ര വലിയ വിജയം കിട്ടിയില്ലെന്ന് വരാം. മെയ് പകുതി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. ഈ 3 മാസക്കാലം നിങ്ങളുടെ ബന്ധങ്ങളിൽ
സന്തോഷവും അതോടൊപ്പം തന്നെ ചില മുൻകരുതലുകളും ആവശ്യമാണെന്ന് ഗ്രഹനില സൂചിപ്പിക്കുന്നു. പ്രണയബന്ധങ്ങളിൽ ഈ സമയം സമ്മിശ്രമാണ്. അതായത് നല്ല കാര്യങ്ങളും ചെറിയ പിണക്കങ്ങളും ഒരുപോലെയുണ്ടാകും. പങ്കാളികൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായേക്കാം. ഇതൊഴിവാക്കാൻ പരസ്പരം വിശ്വാസം വളർത്തുക. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കി സംസാരിക്കരുത്. ഇത് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. നിങ്ങളുടെ പ്രണയബന്ധം 70% അനുകൂലമാണ്. അതായത് സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാകും കൂടുതൽ. എങ്കിലും ബാക്കി വരുന്ന 30% അനാവശ്യ തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ മെയ് പകുതി വരെ അല്പം ക്ഷമയും കരുതലും ആവശ്യമാണ്. മെയ് 11 വരെയുള്ള സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അവർക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുകയോ അനാവശ്യമായി മനസ്സിന് ടെൻഷൻ അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. ഈ സമയത്ത് അവർക്ക് നല്ലൊരു മാനസിക പിന്തുണ നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മെയ് 11 കഴിയുന്നതോടെ കാര്യങ്ങൾ ആകെ മാറും. ചൊവ്വ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ രുചകയോഗം എന്ന വളരെ അനുകൂലമായ അവസ്ഥയുണ്ടാകുന്നു. ഈ രാജയോഗം നിങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പുതിയ വീട് വാങ്ങാനോ യാത്രകൾ പോകാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പങ്കാളിയുടെ ജോലിയിൽ വലിയൊരു പുരോഗതി ഉണ്ടാകുന്നതിനെ കുറിച്ചോ ഉള്ള മികച്ച വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. പങ്കാളിയുമായുള്ള പിണക്കങ്ങൾ മാറി മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമായിരിക്കും ഇത്. 2026 ഈ 3 മാസങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജോലിക്കും വളരെ നിർണായകമാണ്. തുലാം രാശിക്കാരുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്നത് ബുധനാണ്. ബുധന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസിനെയും ഭാഗ്യത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം. മെയ് 15 മുതൽ മെയ് 31 വരെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ബുധൻ നിങ്ങളുടെ ജാതകത്തിലെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ ഈ കാലയളവിൽ ബിസിനസ്സിൽ വലിയ തുകകൾ നിക്ഷേപിക്കരുത്. പുതിയ കരാറുകളിൽ ഒപ്പിടുകയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മെയ് മാസത്തെ ആ തടസ്സങ്ങൾ മാറിയാൽ ജൂൺ മാസം നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ ലഭിക്കും. പുതിയ ഐഡിയകൾ നടപ്പാക്കാനും പണം നിക്ഷേപിക്കാനും വലിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനും ജൂൺ മാസത്തേക്കാൾ നല്ലൊരു സമയം വേറെയില്ല. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ നടക്കാൻ പോകുന്ന സമയമാണിത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം നിങ്ങളുടെ തൊഴിലിന്റെ അഥവാ 10ാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായി വരുന്നത്. ജൂൺ 2 ശേഷമാണ് ഈ വലിയ മാറ്റം സംഭവിക്കുന്നത്. നിലവിലെ ജോലിയിൽ നിങ്ങൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. സഹപ്രവർത്തകരും മേലധികാരികളും നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്തെ അന്തരീക്ഷം വളരെ സന്തോഷകരമാകും. നിലവിൽ ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനും ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ കൂടുമെങ്കിലും അതനുസരിച്ച് നിങ്ങളുടെ ആദരവും വർദ്ധിക്കും. കരിയറിലെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം ശമ്പള വർധനവോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള അധിക ലാഭമോ പ്രതീക്ഷിക്കാം. മനസ്സിലെ ടെൻഷനുകൾ മാറി സാമ്പത്തികമായി വലിയൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ചുരുക്കത്തിൽ ജൂൺ മാസം തുടങ്ങുന്നതോടെ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും 12 വർഷത്തിനിടെ ഏറ്റവും മികച്ച മാറ്റങ്ങൾ സംഭവിക്കും. വരാനിരിക്കുന്ന ഈ 3 മാസങ്ങൾ തുലാം രാശിക്കാർക്ക് വലിയ മാറ്റങ്ങളുടേതാണ്. മെയ് പകുതി വരെ ആരോഗ്യത്തിലും സംസാരത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ജൂൺ മാസത്തോടെ 12 വർഷത്തിന് ശേഷം ലഭിക്കുന്ന അപൂർവമായ ഭാഗ്യകാലം നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും വലിയ വിജയങ്ങൾ കൊണ്ടുവരും. പ്രാർത്ഥനകളിലൂടെയും കൃത്യമായ തീരുമാനങ്ങളിലൂടെയും ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.